ജാമിയ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ്. വിവിധ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ആസിഡുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഭാഗമാണിത്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. നാരങ്ങ, ഓറഞ്ച് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. മുന്തിരി, പുളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. മുന്തിരി, പുളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കാർ ബാറ്ററിയിലാണെങ്കിൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കാർ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ്. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി നോക്കാം. നാരങ്ങയിലും ഓറഞ്ചിലും ആണെങ്കിൽ അത് സിട്രിക് ആസിഡ് ആണ്. വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ്. മുന്തിരി, പുളി ഇവയിൽ അടങ്ങിയിരിക്കുന്നതാണ് ടാർട്ടാറിക് ആസിഡ്. പാല് ലാക്റ്റിക് ആസിഡ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാർ ബാറ്ററികളിലാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്നതാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. സോഡാ വെള്ളത്തിൽ ആണെങ്കിൽ അത് കാർബോണിക് ആസിഡ് ആണ്. സോഡാ വെള്ളത്തിലാണെങ്കിൽ എന്താണ്? കാർബോണിക് ആസിഡ്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് മാലിക് ആസിഡ് ആണ്. കൊഴുപ്പിലും എണ്ണയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡ് ആണ്. കൊഴുപ്പിലും എണ്ണയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡ്. ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ചോക്ലേറ്റ് ആയാലും വാഴപ്പഴം ആയാലും തക്കാളി ആയാലും ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് ഓക്സാലിക് ആസിഡ് ആണ്. ഇനി മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് യൂറിക് ആസിഡ് ആണ്. മൂത്രത്തിലുള്ള ആസിഡ് ഏതാണ്? യൂറിക് ആസിഡ്. അപ്പോൾ സോഡാ വെള്ളത്തിലാണെങ്കിൽ കാർബോണിക് ആസിഡ് ആണ്. ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ്. കൊഴുപ്പിലോ എണ്ണയിലോ ആണെങ്കിൽ അത് സ്റ്റിയറിക് ആസിഡ് ആണ്. ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡ് ആണ്. മുട്ടത്തോടിലുള്ള രാസ സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോടിലുള്ള രാസ സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിനാണ്. പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂസിഫറിനാണ്. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തുവാണ് ലൂസിഫറിൻ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കെവ്ലാർ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ക്ലെവാർ ആണ്. മുട്ടത്തോടിലുള്ള രാസ സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസ വസ്തുവാണ് നാഫ്തലിൻ. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ലൂസിഫറിനാണ്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ക്ലെവാർ. ഒരു LPG ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം എന്ന് പറയുന്നത് 14.2 കിലോഗ്രാം ആണ്. ഒരു LPG സിലിണ്ടറിന്റെ ഭാരം എത്രയാണ്? അത് 14.2 കിലോഗ്രാം ആണ്. ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് പോൾ ടി അനസ്റ്റാസ്. ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചാൽ അത് പോൾ ടി അനസ്റ്റാസ് ആണ്. ദേശീയ രാസ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ദേശീയ രാസ ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പൂനെയിലാണ്.
അപ്പോൾ ഒരു LPG ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം എന്ന് പറയുന്നത് 14.2 കിലോഗ്രാം ആണ്. ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് പോൾ ടി അനസ്റ്റാസ്. ദേശീയ രാസ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഇനി നമുക്ക് ചില പദാർത്ഥങ്ങളും അതിൻ്റെ വിശിഷ്ട താപധാരിതയും പരിചയപ്പെടാം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം ആണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം ആണ്. എന്നാൽ വെളിച്ചെണ്ണയുടേത് അതിൻ്റെ പകുതിയാണ്, അതായത് 2100 ജൂൾ പെർ കിലോഗ്രാം ആണ് വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ജലത്തിൻ്റെ താപധാരിത ഓർത്തിരുന്നാൽ ഏതിൻ്റെയും കിട്ടും? വെളിച്ചെണ്ണയുടെയും കിട്ടും. കാരണം ജലത്തിൻ്റെ വിശിഷ്ട താപധാരിതയുടെ പകുതിയാണ് വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത. ഇനി ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത 385 ജൂൾ പെർ കിലോഗ്രാം ആണ്. ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 385 ജൂൾ പെർ കിലോഗ്രാം. ലെഡിൻ്റെ വിശിഷ്ട താപധാരിത 120 ജൂൾ പെർ കിലോഗ്രാം ആണ്. ലെഡിൻ്റെ വിശിഷ്ട താപധാരിതയാണ് 120 ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ജലമാണെങ്കിൽ 4200 ജൂൾ പെർ കിലോഗ്രാം ആണ്. വെളിച്ചെണ്ണയാണെങ്കിൽ 2100 ജൂൾ പെർ കിലോഗ്രാം. ചെമ്പ് 385 ജൂൾ പെർ കിലോഗ്രാം ആണ്. ലെഡ് ആണെങ്കിൽ 120 ജൂൾ പെർ കിലോഗ്രാം ആണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹമാണ് പ്ലാറ്റിനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ്. എന്നാൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കശുവണ്ടിയാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനവും വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കശുവണ്ടിയുമാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നമാണ് കുരുമുളക്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കുരുമുളകാണ്. എന്നാൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായികോൽപ്പന്നം പെട്രോളിയമാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം പെട്രോളിയമാണ്. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നതും പെട്രോളിയം തന്നെയാണ്. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. അപ്പോൾ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനവും വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കശുവണ്ടിയുമാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കുരുമുളകും കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായികോൽപ്പന്നം പെട്രോളിയവുമാണ്. അതുപോലെ തന്നെ ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനിലയാണ്. പച്ച സ്വർണം വാനില. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീല സ്വർണം ജലമാണ്. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്ന വസ്തുവാണ് കുങ്കുമം. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുങ്കുമമാണ്. അതുപോലെ തന്നെ ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നതും കുങ്കുമം തന്നെയാണ്. ചുവന്ന സ്വർണം എന്നും വെജിറ്റബിൾ ഗോൾഡ് എന്നും അറിയപ്പെടുന്ന വസ്തു ഏതാണ്? അത് കുങ്കുമമാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റീസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റീസ്. അപ്പോൾ പച്ച സ്വർണം വാനിലയാണ്. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം. വെജിറ്റബിൾ ഗോൾഡ് എന്നും അതുപോലെ തന്നെ ചുവന്ന സ്വർണം എന്നും അറിയപ്പെടുന്നത് കുങ്കുമം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന വസ്തുവാണ് അയൺ പൈറൈറ്റിസ്. ഇനി നമുക്ക് PSC ആവർത്തിച്ച ചില അറ്റോമിക നമ്പറുകൾ പരിചയപ്പെടാം. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1. കാർബണിന്റെ അറ്റോമിക നമ്പറാണ് 6. കാർബണിന്റെ അറ്റോമിക നമ്പർ 6. നൈട്രജൻ ആണെങ്കിൽ 7. നൈട്രജന്റെ അറ്റോമിക നമ്പർ 7. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. അലൂമിനിയം ആണെങ്കിൽ 13. അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അത് 13 ആണ്. സിലിക്കൺ ആണെങ്കിൽ 14. സിലിക്കന്റെ അറ്റോമിക നമ്പർ 14 ആണ്.
മാംഗനീസിന്റെ അറ്റോമിക നമ്പർ 25 മാംഗനീസിന്റെ അറ്റോമിക നമ്പറാണ് 25. ഇരുമ്പിന്റെ അറ്റോമിക നമ്പറാണ് 26. ഇരുമ്പിന്റെ അറ്റോമിക നമ്പർ 26. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 1, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, അലൂമിനിയം 13, സിലിക്കൺ 14, മാംഗനീസ് 25, ഇരുമ്പ് അഥവാ അയൺ 26. സിൽവർ ആണെങ്കിൽ സിൽവർ അഥവാ വെള്ളി 47. സിൽവറിന്റെ അറ്റോമിക് നമ്പർ 47. ടിന്നാണെങ്കിൽ 50. ടിന്നാണെങ്കിൽ അറ്റോമിക് നമ്പർ 50. സ്വർണമാണെങ്കിൽ 79 അറ്റോമിക് നമ്പർ. സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ 79. യുറേനിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 92. യുറേനിയത്തിന്റെ അറ്റോമിക നമ്പർ 92. ഐൻസ്റ്റീനിയം ആണെങ്കിൽ 99. ഐൻസ്റ്റീനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 99. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 100. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പർ 100. 100ാമത്തെ മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫെർമിയമാണ് 100ാമത്തെ മൂലകം. അതിന്റെ അറ്റോമിക നമ്പർ 100. മെൻഡലീയത്തിന്റെ അറ്റോമിക നമ്പറാണ് 101. മെൻഡലീവിയത്തിന്റെ അറ്റോമിക നമ്പർ 101. അപ്പോൾ സിൽവർ ആണെങ്കിൽ 47, ടിൻ 50, സ്വർണം 79, യുറേനിയം 92, ഐൻസ്റ്റീനിയം 99, ഫെർമിയം 100, മെൻഡലീവിയം 101. രസതന്ത്രത്തിലെ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.